പ്രസംഗത്തിൽ ആദ്യം തന്നെ പറഞ്ഞു കലിയുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഏകാധിപതികളാണ് NSSന്റെ തലപ്പത്തുള്ളതെന്ന് അങ്ങനെ പരോക്ഷമായി പറയുകയും എന്ന് ഞാൻ പറഞ്ഞില്ല. ഏകാധിപതികൾ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയായാലും അത് ലോക ചരിത്രമാണ്. ഏകാധിപതികൾക്ക് പിടിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തകർന്നടിഞ്ഞ കാഴ്ചയാണ് കണ്ടിട്ടുള്ളതെന്നേ പറഞ്ഞുള്ളൂ. അത് NSSലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് കലിയുഗമാണെന്ന് പറഞ്ഞത് കലിയുഗമാണല്ലോ. കലിയുഗത്തിൽ സത്യത്തിന് മൂല്യമില്ല, സ്നേഹമില്ല, നന്ദിയില്ല. ഇതൊക്കെ കലിയുഗത്തിൻ്റെ പ്രത്യേകതകളാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൻ്റെ അവസാനം കലിയുഗ വർണ്ണനയിൽ പറയുന്നുണ്ട്. ഈ ബാലകൃഷ്ണപിള്ള എതിർത്തവരാണോ ഇപ്പോൾ നേതൃത്വത്തിലുള്ളത്? അല്ല, കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ തണലായി നടന്ന് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയ ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെയും പറ്റിയിട്ടുണ്ട്. ഈ പലരും എനിക്കേറെ പ്രസംഗിക്കാൻ നടക്കുന്ന പല ആളുകളും പത്തനാപുരത്തും വാളകത്തും ഒക്കെ വന്ന് എൻ്റെ കാലിത്തൊട്ട് കൊടുത്തിട്ട് പോയിട്ടുള്ളവരാണ്. ഞാൻ തിരഞ്ഞെടുത്ത് വിട്ടവരും ഞാൻ NSSൻ്റെ പ്രതിനിധിസഭയിലേക്ക് പറഞ്ഞു വിട്ടവരും ഒക്കെ ആളുകളാണ് കാലും കയറ്റിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മളെല്ലാത്തിനും സത്യം അവസാനം ഒരു വിജയമുണ്ട്. എല്ലാ ഒരു സിനിമ കണ്ടാൽ പോലും അതിനകത്ത് വില്ലന്മാരൊക്കെ ആദ്യം ജയിക്കും, അവസാനം ഹീറോ ജയിക്കും. അങ്ങയുടെ പരിപാടി തന്നെ ഇപ്പോൾ ഈ അല്പന്മാരായ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി അതിനകത്തൊരു ശ്രമം നടത്തി. അവരെ ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങളെല്ലാവരും വന്ന് ലോക ശ്രദ്ധയിലേക്ക് ഈ പരിപാടി, ചെറിയൊരു കരയോഗത്തിൻ്റെ ഒരു ചെറിയ പരിപാടിയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാം വരാനും അവസരം ഉണ്ടാക്കി തന്ന ഈ അല്പന്മാരോട് നന്ദി. ഈ മന്നത്ത് ക്ഷേത്രം എപ്പോഴും തുറന്നു നൽകണം എന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. അത് ന്യായമായ കാര്യം വെച്ചാൽ ഈ ജനറൽ സെക്രട്ടറി ഈ അടുത്ത സമയത്ത് TV-യിൽ പറയുന്നത് കേട്ടു. മന്നത്തിൻ്റെ ആചാര്യൻ സമാധി കൊള്ളുന്ന സ്ഥലം ഒരു ക്ഷേത്ര തുല്യമാണ്. അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ട, പട്ടിയും പൂച്ചയൊന്നും പ്രവേശിക്കേണ്ട. ഒരു സാധാരണ നായർക്ക്, നമ്മുടെ ഈ കുന്നിക്കോടുള്ള ഒരു സാധാരണ നായർ കരയോഗത്തിലെ അംഗത്തിന് പോയാൽ അദ്ദേഹത്തെ ദർശിക്കാനും പുഷ്പാർച്ചന നടത്താനും പ്രാർത്ഥിക്കാനും അവസരം കൊടുക്കുന്ന സമയം പ്രോട്ടോക്കോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ പ്രോട്ടോക്കോൾ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്നേ പറഞ്ഞു. പ്രോട്ടോക്കോൾ പ്രസിദ്ധീകരിച്ചാൽ ഇപ്പം ഇവിടുത്തെ ദേവാലയം തൊട്ടപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട്, ഇവിടെയും ശിവക്ഷേത്രമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങളിലും നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണി 4 മണിയോടെ നട തുറക്കും, 11:30 മണിക്ക് അടയ്ക്കും, ഉച്ചയ്ക്ക് വൈകിട്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിലും ഒരു സമയക്രമം ഏർപ്പെടുത്തിയാൽ എല്ലാ സാധാരണക്കാരനും വന്ന് ബഹുമാനത്തോടെ ചെരുപ്പെല്ലാം അഴിച്ചിട്ട് കുളിച്ച് വൃത്തിയായി വന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ പുണ്യത്തോടു കൂടി അദ്ദേഹത്തെ വന്ദിക്കാൻ അവസരം കൊടുക്കണ്ടേ? അതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്. വൈസ് പ്രസിഡന്റ് വരുമ്പോൾ പട്ടി വരും പൂച്ച, വൈസ് പ്രസിഡന്റ് വരുന്നില്ലെന്നേ. ഇവിടെയുള്ളൊരു സാധാരണ നായർക്കൊന്ന് പോകണം. അപ്പോൾ ഗുരുദേവൻ്റെ ഗുരുദേവ സമാധിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. അത് വിശ്വാസമാണ്. അതുപോലെ തന്നെ മന്നത്ത് ആചാര്യൻ ദൈവതുല്യമായി കാണുന്ന അനേക കോടി ആളുകൾ, നായന്മാരും അല്ലാത്തവരും ഇന്ന് ഉണ്ട്. മന്നത്ത് ആചാര്യൻ നായരുടെ നേതാവെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും ബഹുമാനിക്കുന്ന ഒരുപിടി ആളുകളുണ്ട്. അവർക്ക് വരാനും സന്ദർശിക്കാനും. ഇപ്പം ഇന്ന ജാതിക്കാരെ കയറാമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. കാരണം സിറിയക് തോമസാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമാണ് NSS താലൂക്ക് മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹം ഹിന്ദു അല്ലല്ലോ, അദ്ദേഹം അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജാതി പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. ആ ക്ഷേത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ക്ഷേത്രങ്ങളുടെ ആചാരമനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കളെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മന്നത്ത് ആചാര്യൻ്റെ സമാധി മന്ദിരത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ആദരിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എല്ലാവർക്കും കടന്നു വരാൻ, അവിടെ വന്ദിക്കാൻ അവസരം കൊടുക്കണം. അവിടെ ചെരുപ്പിട്ട് കയറാതിരിക്കാനും നായ്ക്കൾ കയറാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കും. നല്ലതാണ്. അത് അതൊക്കെ വേണം.